ഈ ചെങ്ങായി ഇതെന്താ കാണിക്കണേ? ഒരു നിയമപരമായ മുന്നറിയിപ്പ്. മുന്നത്തെ അമ്മൂന്റെ സ്റ്റോറി കേൾക്കാത്തവർ ആരും ഈ വ്ലോഗ് കാണരുത്. ബിക്കോസ് അമ്മൂന്റെ കഥയിൽ ഞാനൊരു ഭാഗമാവാൻ പോവാണ്. അപ്പോൾ പാരീസ് കാണാനെത്തിയ അമ്മൂനി സ്വപ്നം നടത്താൻ കാരണക്കാരനായ ജോച്ചേട്ടനെ കാണാൻ പോവാണ്. ഇത് ഞാനാണ് കല്യ. നമ്മളെ കാണാൻ ആര് വന്നാലും ഓൾക്ക് നമ്മളെ വക സന്തോഷമായിട്ട് എന്തെങ്കിലും കൊടുക്കും. എന്നിട്ട് എല്ലാവരും കൂടി എന്നെ കാണാൻ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇത്ര സ്പെഷ്യലായവർക്ക് എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ ഓരോ നമ്മൾ കണ്ടുകൂട്ടി. എന്താ സുഖം? ഗിഫ്റ്റ്. പിന്നെ ഒന്നും നോക്കില്ല, ആദ്യം ആ സ്വപ്നം അങ്ങ് നടത്താൻ. ഈ വലിയ ടവർ സ്വപ്നം കാണാൻ ഒരുപാട് പെൺകുട്ടികളുണ്ടെന്ന് അറിയാം. ആർക്ക് വേണേലും നമ്മൾ ടവർ കാട്ടി കൊടുക്കൂട്ടാ. ഇത് പിന്നെ നമുക്കൊരു ബുദ്ധിയല്ല. ടവറിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് നടന്നിട്ടും ഇങ്ങോട്ട് നടന്നിട്ടും കുറേ ഫോട്ടോ അങ്ങ് എടുത്ത്. പിന്നെ ഐഫലിൻ്റെ മുന്നിൽ കൂടെ പോണ ബോട്ടിൽ കയറിയാൽ ഐഫൽ ടവറിനെ വെള്ളത്തിൽ നിന്ന് കാണാമെന്ന് ഞാൻ പറഞ്ഞു. മണ്ടന്മാരത് വിശ്വസിച്ച് ഞാനാണെങ്കിൽ ആ ഷിപ്പിൽ കയറിയിട്ടുമില്ല. ഇപ്പം വേറെ ചിലവിൽ കയറാലോ. പാരീസ് സിറ്റി ഓഫ് ലവ് ആയതുകൊണ്ട് ഓരോട് ഞാൻ പറഞ്ഞു പ്രേമിക്കാൻ. എന്ത് പറഞ്ഞാലും അങ്ങ് ചെയ്തോളൂ രണ്ട് മണ്ടന്മാർ. പിന്നെ നമ്മൾ 2 ദിവസം പാരീസ് ഫുള്ളങ്ങ് കറങ്ങി. അവർ കണ്ട് ക്ഷീണിച്ചതല്ലേ, ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞു ഒരു കഫേയിൽ പോയി. ദിസ് ഈസ് ദ വൺ ഓഫ് ദ ലക്ഷറി കോഫി ഇൻ ദ വേൾഡ്, ആഞ്ചലിന കഫേ. നാട്ടിലത്തെ ഏകദേശം 1000 റുപ്പീസ് വരും. പൈസ നമുക്കൊരു വിഷയമല്ല, കാരണം ഇവരല്ലേ കൊടുക്കുന്നത്. എല്ലാം കൂടെ ഇതിലിട്ടാൽ ആകെ 4, 3, 7 പേരാണ് വീഡിയോ കണ്ടത്. ഓലും കൂടി അൺഫോളോ അടിക്കും. പിന്നെ ഓല ഞാനങ്ങ് യാത്രയാക്കി. അപ്പോൾ ബൈ.